Hi everyone, welcome back to our YouTube channel. Both men and women ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഗാഡ്ജറ്റാണ് സ്മാർട്ട് വാച്ചസ്. ഇന്ന് ഇതിനുള്ള സ്വീകാര്യത കൊണ്ട് ഒരുപാട് സ്മാർട്ട് വാച്ച് മാനുഫാക്ചറിംഗ് കമ്പനീസ് ഇന്ന് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് വാച്ചസിൽ നമുക്ക് വൈഡ് വെറൈറ്റി ഓപ്ഷൻസ് ഇന്ന് ലഭ്യമാണ്. എന്നാലും അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഡെയിലി വരുന്ന ടെക്നോളജി അപ്ഡേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ സ്മാർട്ടായി എങ്ങനെ നമുക്കൊരു സ്മാർട്ട് വാച്ച്, അതും നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് വാച്ചിലെ ബ്രൈറ്റ്നെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നൊരു യൂണിറ്റാണ്. മോർ നിറ്റ്സ് എന്നാൽ മോർ ബ്രൈറ്റർ സ്ക്രീൻ എന്നാണ് അർത്ഥം. അതായത് നിറ്റ്സ് കുറഞ്ഞിരുന്നാൽ സൺലൈറ്റിൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ വിസിബിലിറ്റി കുറഞ്ഞിരിക്കും. സാധാരണ സ്മാർട്ട് വാച്ചുകളിൽ കണ്ടുവരുന്ന നിറ്റ്സിൻ്റെ ഒരു റേഞ്ച് നമുക്ക് നോക്കാം. 300 to 500 യൂണിറ്റ്സിലാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് ഇൻഡോർ യൂസിനൊക്കെ ആഡിക്വേറ്റ് ആയിരിക്കും. ഏകദേശം ഒരു 600 to 1000 നിറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ യൂസിനും, അതായത് ഔട്ട്ഡോർ നമുക്ക് സ്ക്രീൻ വിസിബിലിറ്റി നല്ലതായിരിക്കും. നമുക്ക് ഫാസ്റ്റ് ട്രാക്ക്, FX2 എന്ന് പറഞ്ഞ ബ്രാൻഡുകളിലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു 600 to 1000 യൂണിറ്റ്സിൻ്റെ നിറ്റ്സ് നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ 1000 to 2000 നിറ്റ്സിനുള്ളിലാണെങ്കിൽ സൺലൈറ്റിൽ അതിൻ്റെ റീഡബിലിറ്റി എക്സലൻ്റ് ആയിരിക്കും. ആപ്പിൾ വാച്ച്, സാംസങ് ഗാലക്സി ഇതിലൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് 1000 to 2000 നിറ്റ്സ് വരാറുണ്ട്. റിഫ്രഷ് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം സ്ക്രീൻ റിഫ്രഷ് ആവുന്നു അല്ലെങ്കിൽ സ്ക്രീൻ അപ്ഡേഷൻ നടക്കുന്നു എന്നതാണ്. ലാഗ് ഒന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റിഫ്രഷ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സാധാരണയായി 60 Hz ആണ് നമ്മൾ സ്മാർട്ട് വാച്ചിൽ കണ്ടുവരുന്നത്. 60 Hz എന്നാൽ ഒരു സെക്കൻഡിൽ 60 ടൈംസ് ഇത് റിഫ്രഷ് ആവുന്നുണ്ട് എന്നതാണ്. അതുമാത്രമല്ല 30, 60, 90, 120 Hz സ്മാർട്ട് വാച്ചുകളും നമുക്ക് അവൈലബിൾ ആണ്. PPI എന്നാൽ പിക്സൽ പെർ ഇഞ്ച്. ഇത് പിക്സൽ ഡെൻസിറ്റി, നമ്മുടെ ഗാഡ്ജറ്റ് 1 ഇഞ്ചിൽ എത്ര പിക്സൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നത് ഡിനോട്ട് ചെയ്യുന്നു. പിക്സൽ റേഞ്ച് കൂടുന്തോറും നമ്മുടെ ടെക്സ്റ്റും ഇമേജസും ഷാർപ്പർ ആൻഡ് ക്ലിയർ ആയിരിക്കും. അതുപോലെ തന്നെ പിക്സൽ റേഞ്ച് കുറയുന്നതനുസരിച്ചിട്ട് നമുക്ക് പിക്സലേഷൻ നോട്ടീസ് ചെയ്യാൻ പറ്റും. പല റേഞ്ചിലുള്ള PPI നമുക്ക് യൂഷ്വലി നമ്മുടെ സ്മാർട്ട് വാച്ചസിൽ കണ്ടുവരാറുണ്ട്. ഒരു 200 റേഞ്ചിൽ നിൽക്കുന്ന PPI ആണെങ്കിൽ അതൊരു ബേസിക് ഡിസ്പ്ലേ ആയിരിക്കും, റീഡബിൾ ആയിരിക്കും, പക്ഷേ സൂപ്പർ ഷാർപ്പൊന്നും ആയിരിക്കില്ല. 300 to 400 PPIയിലാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് മിക്ക സ്മാർട്ട് വാച്ചസിലും കണ്ടുവരുന്ന ഒരു റേഞ്ചാണ്. റീഡബിൾ ആയിരിക്കും, അത്യാവശ്യം ഷാർപ്പും ആയിരിക്കും. 400+ ആണെങ്കിൽ എക്സ്ട്രീംലി ഷാർപ്പായിട്ടുള്ള ഇമേജസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ആപ്പിൾ വാച്ചിലും 9 സീരീസിൽ പൊതുവെ കണ്ടുവരുന്ന PPI 326 റേഞ്ചിലാണ്. അതുപോലെ തന്നെ സാംസങ് ഗാലക്സി വാച്ചസിൽ കണ്ടുവരുന്നത് 453 റേഞ്ചിലുള്ള PPI ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് വാച്ചസിൽ കണ്ടുവരുന്ന റേഞ്ച് ഓൾമോസ്റ്റ് ഒരു 200 to 250 PPI ആണ്. അതായത് ഓൾമോസ്റ്റ് റീഡബിൾ ആണ്, എന്നാൽ അത്ര ഷാർപ്പായിരിക്കില്ല. IP എന്ന് പറഞ്ഞാൽ ഇൻഡസ് പ്രൊട്ടക്ഷൻ റേറ്റിംഗ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗാഡ്ജറ്റ് എത്രത്തോളം ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. IP എന്ന റേറ്റിംഗിൻ്റെ കൂടെ യൂഷ്വലി ഒരു 2 ഡിജിറ്റ് നമ്പറും കൂടെ ഉണ്ടാവും. ആ 2 ഡിജിറ്റ് നമ്പറിലെ ആദ്യത്തെ ഡിജിറ്റ് ഡസ്റ്റ് പ്രൊട്ടക്ഷനെയും രണ്ടാമത്തെ ഡിജിറ്റ് വാട്ടർ പ്രൊട്ടക്ഷനെയും ഡിനോട്ട് ചെയ്യുന്നു. ഡസ്റ്റ് പ്രൊട്ടക്ഷൻ്റെ കുറച്ച് റേഞ്ച് പറയാം. 0 ആണെങ്കിൽ നോ പ്രൊട്ടക്ഷൻ എന്നും, 5 ആണെങ്കിൽ ഡസ്റ്റ് പ്രൊട്ടക്റ്റഡ് എന്നും,
6 ആണെങ്കിൽ ഫുള്ളി ഡസ്റ്റ് ടൈറ്റ് പ്രൊട്ടക്ഷൻ എന്നും മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വാട്ടർ പ്രൊട്ടക്ഷനും ഇതുപോലെ പല റേഞ്ച് ഉണ്ട്. 0 ആണെങ്കിൽ നോ പ്രൊട്ടക്ഷൻ എന്ന്, 4 ആണെങ്കിൽ സ്പ്ലാഷ് പ്രൂഫ് എന്നും, 7 ആണെങ്കിൽ അപ് ടു 1 മീറ്റർ വരെയുള്ള ഇമ്മേർഷൻ സർവൈവ് ചെയ്യുന്നു, 8 ആണെങ്കിൽ ബിയോണ്ട് 1 മീറ്ററുള്ള ഇമ്മേർഷൻ സർവൈവ് ചെയ്യുന്നു. അതുപോലെ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് ആയ 9 ആണെങ്കിൽ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വാട്ടർ ജെറ്റൊക്കെ സർവൈവ് ചെയ്യും എന്നാണ്. IP68 ആണ് സാധാരണയായി കണ്ടുവരുന്ന ഒരു സ്പെക്ക്. അവസാനമായി ബെസൽ. ബെസൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഫ്രെയിമിനെയാണ്. വളരെ നേരിയ ബെസലാണെങ്കിൽ ലാർജ് ഡിസ്പ്ലേ ആയി തോന്നിക്കും. ആപ്പിൾ വാച്ച് സീരീസ് 9ൻ്റെ ബെസൽ ഏകദേശം 1.7 mm ആണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മോഡേൺ ലുക്ക് തരാൻ ഇത് സഹായിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു നല്ല സെയിൽസ്മാൻ ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് തനിയെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ. എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അർക്കെയിൻ വ്യൂ.